നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? നമ്മളിതാ ഏറെക്കുറെ 2024 കഴിഞ്ഞു. 2025 ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പുതുവർഷത്തിനെ വരവേൽക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഈ ഒരു വേളയിലാണ് 2024 ചൈനീസ് ലൂണ ഫെസ്റ്റിവൽ അഥവാ 2024 ചൈനക്കാരുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. കൺസിസ്റ്റൻസി തീരെ ഇല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാൽ പോലും 2024 തീരുന്നതിന് മുമ്പ് ഈ വീഡിയോ എന്ത് പറഞ്ഞാലും ഞാൻ അപ്ലോഡ് ചെയ്യും എന്ന് ഞാൻ എന്നോട് തന്നെ എടുത്ത പ്രതിജ്ഞയാണ്. അത് ഞാനിത് നിറവേറ്റുകയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ചൈനക്കാരുടെ ഒരുപാട് സ്റ്റോൾസ് കണ്ടു. അവരുടെ ലാൻറ്റേൺസ്, അതായത് കുറേ ലാംപ്സ് വെച്ചിട്ടുള്ള ഒരുപാട് രൂപങ്ങൾ, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ രൂപങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഡാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഫോർച്യൂൺ ടെല്ലിംഗ് ഉണ്ടായിരുന്നു. ഈ വർഷം ഇയർ ഓഫ് ഡ്രാഗൺ ആണ്. അപ്പോൾ അതിൻ്റെ കുറേ രൂപങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് എത്തിപ്പെട്ടത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്താണ്, ഫുഡുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തണ്ണിമത്തൻ ജ്യൂസ്, ഒരു മാങ്ങ ജ്യൂസൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോഴാണ് ഇവിടെ എന്തോ ഭയങ്കര തിരക്ക് കണ്ടിട്ട് ഞാൻ അവിടെ വന്ന് നോക്കിയത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇതെന്താ വല്ല കക്കയോ കല്ലുമ്മക്കായോ വല്ലതും ആണോ എന്നാണ് ആദ്യം വിചാരിച്ചത്. കാരണം ഞാൻ ഈ ഒരു സാധനം ആദ്യമായിട്ട് കാണുകയാണ്. ചെസ്നട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ കപ്പലണ്ടിയൊക്കെ വറക്കണ പോലെ തന്നെ മണലിട്ടിട്ടാണെന്ന് തോന്നുന്നു ഇത് വറക്കണത്. എന്തായാലും ചൂടാക്കിയിട്ടാണ് അവരിത് വറക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ കൊതിമൂത്ത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങളും കുറച്ച് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഓരോ സെക്ഷനായിട്ട് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ആൾക്കാർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നതും. ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെ വേസ്റ്റൊന്നും അവിടെ ഇവിടെ ഒന്നും ഇട്ടിട്ടൊന്നും കാണാൻ പറ്റില്ല. വളരെ വൃത്തിയാണ്. അപ്പോൾ അതവിടെ ബബിൾ ടീയും കെബാബ്സും എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ആ ഒരു സമയത്താണ് ഞാനിവിടെ പിള്ളേരെ പറ്റിക്കുന്ന പരിപാടി, അതായത് നമ്മുടെ നാട്ടിൽ പൂരപ്പറമ്പിലൊക്കെ കാണില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. അതേ ഒരു ജോക്കറേട്ടൻ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ടിട്ട് ഇങ്ങനെ ആട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതേ കുറേ പേര് അത് കളിക്കുന്നൊക്കെ ഉണ്ട്. ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അവർക്ക് ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല അത് കൊടുക്കാൻ. അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നേരത്തെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൻ്റെ. നിലത്ത് കൂടെ ഓടുന്ന ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് 6 അടി പൊക്കത്തിലുള്ള ഒരു ലോക്കോ പൈലറ്റ് ഓടിക്കുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. പിള്ളേരെ പറ്റിക്കൽ തന്നെ. പക്ഷേ ആ ഒരു പുള്ളി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരും കേട്ടോ. അയാളുടെ കാലൊക്കെ ശരിക്കും ഇത് കഴിയുമ്പോഴത്തേക്കും വേദന എടുക്കുന്നുണ്ടാവും എന്നൊക്കെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചു. കാരണം ഒരുപാട് പിള്ളേർ ഇത് കഴിയുമ്പോൾ അടുത്ത റൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാനിതാ ഒരു ചെസ്നട്ടൊക്കെ എടുത്ത് കടിച്ച് പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് ഇവിടുത്തെ പോലീസുകാരാണ് കേട്ടോ. ഐസ്ക്രീം കഴിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോലീസുകാരാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാനും വരട്ടെ എന്നൊക്കെയാണ് പുള്ളിക്കാർ ചോദിച്ചത്. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് പുള്ളിക്കാരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇവിടുത്തെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ അവരാ ഇട്ടിട്ട് നടക്കുന്ന വെസ്റ്റിന് ഭയങ്കര വെയിറ്റാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരി ഞാൻ ചെന്ന് ചോദിച്ച ഉടനെ തന്നെ എനിക്കൊരു ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് തന്നു. പുള്ളിക്കാരിയുടെ ഫോണിലും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര ഹഗ് ചെയ്തിട്ടൊക്കെ ആണ് കേട്ടോ വിട്ടത്. എനിക്ക് ഇവിടുത്തെ പോലീസുകാരെ ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞാനൊരു പോലീസുകാരുടെ അടുത്ത് ഇത്രയും അടുത്ത് സംസാരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു പോലീസുകാരനുണ്ട്. ഞങ്ങൾ ആളെ ടെഡി ബെയർ എന്നാണ് വിളിക്കാറുള്ളത്. ഭയങ്കര ഗ്ലാമറാണ് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. കാരണം എവിടെ തിരിഞ്ഞാലും ഫുഡ് സ്റ്റോളാണ്. അതിൻ്റെ ഇടയിൽ സിൽവർ സ്റ്റോമിൽ കാണുന്ന ആ ഒരു കപ്പൻ സോസറും പോലത്തെ ഒരു റൈഡൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഹിന്ദി പാട്ട് കേട്ടത്. ആരുടെ അവിടെ ഹിന്ദി പാട്ട് വെച്ചെന്നും പറഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ ഈ കാണുന്ന ഒരു ഐസ്ക്രീം കടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പഞ്ചാബീസോ ഗുജറാത്തീസോ ആരെങ്കിലുമൊക്കെ നടത്തുന്ന ഒരു ഷോപ്പായിരിക്കുന്നു. പക്ഷെ അല്ല കേട്ടോ, ഇവർ പ്യോർലി വേറെ ഏതോ ഒരു രാജ്യത്തുള്ളവരാണ്. ഇവരാരും ഇന്ത്യൻസ് അല്ല. പക്ഷേ ഇവർ ഇട്ടിട്ടുള്ളത് ഹിന്ദി പാട്ടാണ്. നല്ല വൈബ്, അടിപൊളി പഞ്ചാബി പോലത്തെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ വൈബ് ചെയ്ത് ഡാൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നിന്നിട്ട് ചാടിത്തുള്ളി നടത്തുന്നുണ്ട്. അത് കണ്ടിട്ടാണ് കേട്ടോ ഇവർക്ക് ഇത്രയും വൈബായത്. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മറ്റേ വിജയുടെ സിനിമയിൽ ഡപ്പാങ്കുത്ത് പാട്ട് കേൾക്കുന്ന പോലെ തന്നെയാണല്ലോ. നമുക്ക് വേറൊരു രാജ്യത്ത് വന്ന് ഹിന്ദി പാട്ട് അല്ലെങ്കിൽ ഗുജറാത്തി പഞ്ചാബിയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ, തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും ഒക്കെ നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഒരു ഇതാണല്ലോ. അങ്ങനെ അത് കേട്ട ഉടനെ ഞാനും ആതിരയും കൂടെ തുടങ്ങി. ഞങ്ങൾ ഫുള്ള് ഡാൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതൊന്നും ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഫുള്ള് നിന്ന് ഡാൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഡാൻസ് ചെയ്യുമ്പോൾ. അവർ നമ്മുടെ ഒപ്പം തന്നെ ഇതേ സമയത്ത് അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ അവരിട്ടിട്ടുള്ളൊരു പാട്ടിന് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അവരതിൻ്റെ അനുസരിച്ചിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു പ്യോർലി ഐസ്ക്രീം ഷോപ്പാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുള്ള ഐസ്ക്രീംസ്
ഒക്കെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേണ്ടി പാട്ടിട്ടൊക്കെ തന്ന് നമ്മളിങ്ങനെ കുറേ തുള്ളുമ്പോൾ നമ്മുടെ കൂടെ തുള്ളിയതാണല്ലോ, എന്തെങ്കിലും പോയിട്ട് വാങ്ങിക്കണ്ടേന്നും പറഞ്ഞ് നമ്മളും പോയിട്ട് അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതേ നമ്മുടെ ഒപ്പം തന്നെ അവരോട് കുറേ പേര് നിന്നിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. വേറെ രാജ്യത്തു നിന്നുള്ള ആളുകൾ വരെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് നല്ലൊരു അടിപൊളി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഇടയിൽ കുറേ കോംബോ ഓഫേഴ്സൊക്കെ ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ലാസ്റ്റ് ഈ ഒരു ഐസ്ക്രീം മുഴുവൻ പാഷൻ ഫ്രൂട്ടും പൈനാപ്പിളും കൂടിയുള്ള ഒരു ഫ്ലേവേർഡ് ഐസ്ക്രീം ആയിരുന്നു. നല്ല യമ്മിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇതൊക്കെ എന്തോ ഷുഗർ സിറപ്പ് ഇട്ട് വെച്ചിട്ടുള്ള കുറേ വെള്ളങ്ങളാണ്. നമ്മളതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വയറൊക്കെ വീർത്ത് നമ്മളിതാ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത വർഷം കാണാം എന്നും പറഞ്ഞ്. അപ്പം ഇതാണ് ഈ വർഷത്തെ നമ്മുടെ ചൈനീസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.